അതെ, നമ്മളിന്ന് മൈസൂർക്ക് ഒരു വർക്കിന് പോവാ. റെഡിയാണോ? എന്നാ വണ്ടി കയറി വാന്നേ. ഹലോ, നമ്മളിപ്പോൾ മൈസൂരാണ്. മൈസൂർ നമ്മുടെ കാലിക്കറ്റുള്ള ജെയിംസ് സാറിൻ്റെ കൈനടി എസ്റ്റേറ്റ്. അതായത് മൈസൂരിൽ നിന്നൊരു ഏകദേശം ഒരു 10-20 കിലോമീറ്റർ അടുത്ത്, ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിൻ്റെ ഒരു 10-20 കിലോമീറ്റർ അടുത്ത് ഒരു അടിപൊളി പരിപാടി. അതായത് ഒരു 25 സെൻറ്റ് സ്ഥലം, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ 4 ഏക്കർ സ്ഥലത്ത് വരാൽ വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കുളം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പടുതിടാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ 2 ദിവസമായി വന്നിട്ട് പോകാൻ ഏകദേശം. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടികൾ നമുക്കൊന്ന് കണ്ടുപോകാം. ഞാനേ ഒരു ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി വന്നത് മൈസൂര്. ഇത് ജെയിംസ് സാറ്. ഞാൻ ആളോട് പ്രായം ചോദിച്ചു. അപ്പൊ പറഞ്ഞു അടുത്ത ചിങ്ങത്തിൽ 28 പറഞ്ഞു. അതല്ല, സത്യത്തിൽ ഞാൻ പറയാറ് 47 എൻ്റെ പ്രായം. ആര് ചോദിച്ചാലും 47. അപ്പം 3 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് എൻ്റെ മകൻ എന്നെ വിളിച്ചു, പറഞ്ഞു അപ്പോഴും ഞാനും അപ്പനും ഒരേ പ്രായമാണ് കേട്ടോ. അതായത് ഞാൻ 47 ജനിച്ചു. അതാണല്ലോ നമ്മൾക്ക് വണ്ടിയുടെ ഒക്കെ പ്രായം ചോദിക്കുമ്പോഴത്തേക്ക് 48 മോഡൽ എന്ന് പറയും. അത് 47 ജനിച്ചു, അവനിപ്പോൾ 47 ആയി. രണ്ടാമത്തെ പോകാൻ. അതാണ് അവസ്ഥ. പോട്ടെ, പറ ഇനി എന്താ നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിപ്പം സാറ് പോണ്ടുണ്ടാക്കുന്നത് ഈ ജൈവ കൃഷിയാണല്ലോ ഫുള്ളായിട്ട് ചെയ്യുന്നത്. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. തെങ്ങ് കൃഷിയിൽ ഓൾ ഇന്ത്യ അവാർഡ്, നല്ല കർഷകനുള്ള ഓൾ ഇന്ത്യ അവാർഡ്, മറ്റേ പഞ്ചായത്ത് അവാർഡ്, സ്റ്റേറ്റ് അവാർഡൊന്നും ഇല്ലട്ടോ, ഓൾ ഇന്ത്യ നാഷണൽ അവാർഡ് 4 വർഷം ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ അത് ഏതോ അബദ്ധത്തിൽ അവർക്ക് പറ്റിപ്പോയെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ അബദ്ധത്തിലും പറ്റാമല്ലോ, അല്ലാതെ എൻ്റെ കഴിവുകളാണെന്ന് ഞാൻ പറയാം. അബദ്ധത്തിലാണെങ്കിൽ 1 കൊല്ലം പറ്റുള്ളൂ, 4 കൊല്ലം പറ്റൂല. ഏതല്ലോട്ടെ, അതങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കാം. പോട്ടെ, നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ മത്സ്യമല്ലേ നമ്മുടെ ഇപ്പം. ഈ വരാല് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ, വരാല് നല്ല മീനാണ്, ഉഗ്ര മീനാണ്. അത് തർക്കമില്ലാത്ത കാര്യം. അത് ആ കാര്യത്തിൽ യാതൊരു തർക്കം. എൻ്റെ അപ്പൻ പക്ഷേ ഇത് മാത്രമേ മറ്റേത് കഴിക്കുള്ളൂ. ഏതായി നമ്മുടെ ഈ വലിയ സാധനം ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? കട്ട്ല? അല്ലല്ല, വരാലിനേക്കാൾ വലുത് വരാൽ, ചെറുമീൻ. ചെറുമീൻ, പുഴമീൻ അല്ലെ, ഫ്രഷ് വാട്ടർ ഫിഷിലെ മീനില് ചെറുമീൻ മാത്രമേ എൻ്റെ അപ്പന് ഇഷ്ടമുണ്ടായിരുന്നു. അത് കാരണം അത് വെടിവെച്ചൊക്കെ കിട്ടുക ആ കാലത്ത്, അതിനെയൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. അത് കാരണം വരാലും കഴിക്കുമായിരുന്നു. അപ്പോൾ പുഴയിലൊക്കെ തോട്ടായിട്ടുമൊക്കെ ഇട്ട് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരാൽ നല്ലൊരു മീനാണല്ലോ എന്ന് തോന്നി പലപ്പോഴും ഞാൻ ഇവിടെ മൈസൂർ വന്നു കഴിഞ്ഞാൽ ജീവനുള്ള വരാറ് എനിക്ക് കിട്ടാൻ തുടങ്ങി. എവിടെ ഈ നഞ്ചങ്കോടും മൈസൂർ ടൗണിലും ഒക്കെ വെള്ളത്തിലിട്ടിരിക്കുന്നു ജീവനുള്ളതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കോഴിക്കോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെട്ടിമുറിച്ച് കറി വെക്കും. അതൊരു നല്ല പരിപാടിയാണല്ലോ. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ആരൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട്. ഓഹോ അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ പഠിതാ വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് നിങ്ങൾ സത്യം വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീഡിയോ ഇട്ടു. ആ വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നി കൊള്ളാമല്ല, പഠിതായും അത് തന്നെ ആയിക്കോട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞു ഇന്ന ആളുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ അങ്ങേരെ കൂടെ ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങേരുടെ വീഡിയോ അങ്ങേര് പറഞ്ഞ കാരണം, ഈ ചേട്ടൻ പറഞ്ഞ കാരണം ഞാൻ അങ്ങേരുടെ വീഡിയോയും കണ്ടു. അങ്ങേരുടെ അടുത്തുനിന്ന് തന്നെയാണ് ഞാൻ കുഞ്ഞിനെ മേടിക്കാൻ അടുത്ത ആഴ്ച പോകുന്നത്. അപ്പം ഏതായാലും കുറച്ച് ദൂരമുണ്ട്, ഇവിടെയൊക്കെ തന്നെ കിട്ടുമായിരിക്കാം. പക്ഷേ ആദ്യമുള്ളത് വിശ്വസിച്ച് ധൈര്യമായിട്ട് നന്നായിട്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു അനുഗ്രഹം കൂടെ കിട്ടട്ടെ. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ പ്രാർത്ഥനയോടും കൂടെ കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണ അത് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ ഞാൻ പോയി കണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ പോയപ്പം അദ്ദേഹത്തിന് ഇവിടുത്തെ വലിയ ഓഫീസർമാരെയൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു. അങ്ങനെയൊക്കെയാണല്ലോ പരിചയപ്പെടുത്തിട്ടാണല്ലോ ഇത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണ് ഇതിലേക്ക് വന്നത്, വരാലിലേക്ക് വന്നത്.
ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇത് എവിടെ പോയിട്ട് ഈ പടുതാക്കുളം ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പല പടുതാക്കുളങ്ങളും കണ്ടു, പല പടുതാക്കുളങ്ങൾ കണ്ടു, പല സ്ഥലത്ത് മീൻ വളർത്തുന്നത് കണ്ടു, ഈ കർണാടകത്തിലും മീൻ വളർത്തുന്നത് കണ്ടു, കേരളത്തിൽ ഇതും കണ്ടു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു വിശ്വാസയോഗ്യമായിട്ട് 100% എടുത്ത് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ബോധ്യം തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ചെയ്യുന്നതല്ലേ അത് വൃത്തിയായിട്ടിരിക്കണം, നന്നായിട്ടിരിക്കണം. എങ്ങനെ വന്നാലും വൃത്തിയായിരിക്കണം, ഐഡിയലായിരിക്കണം, വേറൊരാൾക്ക് മാതൃകയായിട്ട് തോന്നണം. അതിന് ചെയ്യാൻ പറ്റിയത് 100% ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇദ്ദേഹത്തെ സോപ്പിടാൻ പറയുന്നൊന്നും അല്ല, ഞാൻ സത്യം മാത്രം ഇല്ല. അതാണ് പാർട്ടി, സോപ്പിട്ടാലും 10 പൈസ കുറയ്ക്കില്ല, കാര്യം 100 തരമാണ്. പക്ഷെ സത്യമേ പറയാറുള്ളൂ, കള്ളം പറയാറില്ല. നന്നായിട്ട് ഇതുവരെയുള്ള അനുഭവത്തിൽ ഇപ്പം ഇന്നും കൂടെ ഉണ്ട് കേട്ടോ, പരിപാടി ഇന്നും കൂടെ ചെയ്യാറുണ്ട്, കുറച്ചുകൂടെ ചെയ്യാറുണ്ട്, അപ്പോൾ കുറച്ച് മണിക്കൂറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതുവരെയുള്ള അനുഭവത്തിൽ 100% ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. ഓരോ വിഷയങ്ങളും എനിക്ക് നാളെ ചിലവ് കുറവുണ്ടായി ഇത് ലാഭകരമായിട്ട് തീരണമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്, 100% ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെ തന്നെ തിരഞ്ഞെടുക്കുക. അത് തോന്നിയത് കൊണ്ട് തിരഞ്ഞെടുത്തു. ഇപ്പോഴും എനിക്ക് ആ ബോധ്യം ഇന്ന് വരെ ഉണ്ട്. നാളത്തെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അന്ന് എനിക്ക് സംശയമുള്ളപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു തരുമെന്നാണ് എനിക്ക് വിശ്വാസം. അതിപ്പം ആ സമയത്ത് വിളിച്ചാൽ എടുക്കുകയില്ല, എനിക്ക് എൻ്റെ അനുഭവമുണ്ട്. നല്ല സമയത്ത് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പം വല്ല സ്മോളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുക. അങ്ങനെ എനിക്കറിയത്തില്ല, അതാണ് എൻ്റെ അവസ്ഥ. ഇവിടെ നല്ല സ്റ്റൈലായിട്ട് ഇവർ എർത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ബണ്ടൊക്കെ നോക്കിയാൽ സാധാരണ നമ്മൾ പറഞ്ഞാലും ആൾക്കാർ അത്ര കൃത്യമായിട്ട് ചെയ്യാറില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല ചുറ്റും നടക്കാവുന്ന രീതിയിൽ അതിന് ബണ്ട് ഇടുന്നതിന് ഒരു കാര്യം കൂടി ഉണ്ട്. ചുറ്റും നടന്നാലേ നമുക്ക് ഇപ്പോൾ മീൻ വളർത്തുമ്പോൾ അതിൻ്റെ ഈ മീനിൻ്റെ വളർച്ചയും അതിൻ്റെയുള്ള വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒബ്സർവേഷനൊക്കെ നടത്തണമെങ്കിൽ സാധിക്കുകയുള്ളൂ. അതിന് പാകത്തിന് നല്ല സ്റ്റൈലായിട്ട് നല്ല രീതിയിൽ വാട്ടർ ലെവലൊക്കെ ചെയ്ത് ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ബണ്ട് നമുക്ക് 2 കസേരയൊക്കെ ഇട്ടിരിക്കാനോ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്വറ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അറിയാമല്ലോ, ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും അല്ല. ഇതേ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തിനാ ഈ അടിയിലൊരു ഷീറ്റും കൂടി ഇടണമെന്ന് ചോദിക്കാറുണ്ട്. അത് ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഈ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് വലിക്കുമ്പോഴേ ഇട്ടിട്ട് വലിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാക്കാൻ വേണ്ടി വലിക്കുമ്പോൾ നമ്മൾ എത്ര അടിച്ച് വൃത്തിയാക്കിയാലും ഷീറ്റ് വലിക്കുമ്പോൾ ഈ മണ്ണിളകിയിട്ട് അടിയിലുള്ള ചരലൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചരലൊക്കെ മിക്കവാറും കൂർത്ത ഒബ്ജക്ട്സൊക്കെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തു വരും. അപ്പം ഇത് കാലക്രമേണ ഷീറ്റിനെ ഡാമേജ് ചെയ്തേക്കാം. പല സ്ഥലങ്ങളിലും നമ്മൾ അടിയിലൊന്നും ഇടാറുണ്ട്. പക്ഷേ എന്നാലും ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു എക്സ്ട്രാ സേഫ്റ്റിയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ആനയെ മേടിക്കാൻ തോട്ടി മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന പോലെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ അടിയിടാനുള്ള ഷീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് യാക്കോ ഫ്ലെക്സോ എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കഴിയാത്ത, അതായത് ആക്രിക്കാർ കൊണ്ടുപോകാത്ത സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷേ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാം തുന്നി ചേർത്ത് ഒറ്റ ഷീറ്റായിട്ട് ഇടണം. അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം എന്നറിയാമോ, നമ്മൾ ഇത് ഈ ചാക്കൊക്കെ അല്ലെങ്കിൽ പീസൊക്കെ ആയിട്ട് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റ് ഇടാൻ വേണ്ടി വലിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങി ചുരുണ്ട് കൂടി പോകും. അപ്പം നമ്മൾ ഈ സാധനം പൈസ മുടക്കി ഇടുന്നതിൻ്റെ ഉള്ള ഗുണം കിട്ടില്ല. ഓക്കെ, അപ്പം ഇട്ടാൽ ഒന്നും കൂടെ ഷീറ്റിന് നമ്മൾ ഇടുന്ന ഒറിജിനൽ ജിയോ മെമ്പറൈന് കുറച്ചും കൂടെ അധികം ലൈഫ് കിട്ടും. അതാണ് അതിൻ്റെ ഒരു കാര്യം. പലപ്പോഴും ഞാൻ സ്റ്റെപ്പ് ഇടാൻ പറയുമ്പോൾ ചിലർക്ക് കളിയാക്കണോ പിന്നെ സ്റ്റെപ്പ് ആവശ്യമുണ്ട്. എന്താ സംഭവം എന്നറിയാമോ, ഇപ്പം നിങ്ങൾ ഫിഷ് കൾച്ചറാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോണി വെച്ചൊന്നും കയറി തൂങ്ങി ഇറങ്ങി നടക്കൂല. പ്രായമൊക്കെ കൂടും. ഇപ്പോഴത്തെ പ്രായം താഴോട്ടല്ല മേലോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലിനും പല്ലിനും ഒക്കെ വില കുറയും. അപ്പോൾ ആ സമയത്ത് വെല്ലമൊക്കെ പിന്നെ തെന്നിയൊക്കെ ചാടിക്കഴിഞ്ഞാൽ ആശുപത്രി കൊടുക്കുന്ന കാശ് വേണ്ട ഈ സ്റ്റെപ്പ് ഇടാൻ. പിന്നെ 1-2 കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഉള്ളെങ്കിൽ നമുക്ക് വേറെ ആരെയും ആശ്രയിക്കാതെ മീൻ പിടിക്കുകയോ അല്ലെങ്കിൽ അകത്ത് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെങ്കിലൊക്കെ ജോലി ചെയ്യാൻ തിരിച്ച് കയറാം. ഇതിപ്പം സ്റ്റെപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കരയ്ക്ക് ഒരാൾ നിന്നാൽ ഈ പിടിച്ചു കൊടുക്കുന്ന മീനാണേലും എടുത്ത് മാറ്റണ്ടായോ, നമ്മൾ കയറെ തൂക്കി മീനും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജോലി ഭാരം കുറയ്ക്കും. രണ്ടാമത് നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാം. ഇനി മൂന്നാമതൊരു കാര്യം, നിങ്ങൾ തെന്നി വീഴില്ലെന്ന് ഉറപ്പുണ്ടോ? നല്ല മഴയത്ത് അന്ന് മീനൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ പോകുന്നത് പളക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് വീഴാം. കയറി പോരണ്ടായോ? അതിൻ്റെ അകത്ത് കയറുന്ന വടിയായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഇറങ്ങാനും കയറാനും. പിന്നെ വേറൊരു സംഗതി, ഈ വെള്ളം കണ്ടാൽ തവള ഉണ്ടാവും.
ഓക്കെ, സൈഡിൽ ഫെൻസിങ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. ഫെൻസിങ് ഇട്ടാലും ചിലപ്പോൾ തവള എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ഈ തവള തന്നെ കണ്ടു കഴിയുമ്പോൾ പാമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പാമ്പ് ചിലപ്പോൾ നമ്മൾ കണ്ടോളുന്നില്ല, വെള്ളമൊക്കെ കുറച്ചിട്ട് വന്നാൽ ഒന്ന് ഇറങ്ങി നോക്കിക്കളയാം എന്ന് വെച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്തായിരിക്കും ഈ മുതലിനെ കാണുക. ജീവൻ പോവില്ലേ. നമ്മൾ ആ സമയത്ത് കയറ് എവിടെ, വള്ളി എവിടെ, കോണി എവിടെ കിട്ടുമോ, സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഓടിക്കയറി രക്ഷപ്പെടാം. കുറച്ച് കഴിയുമ്പോൾ പാമ്പും തന്നെ ഏതെങ്കിലും വഴിക്കങ്ങ് തിരിച്ച് കയറി പൊക്കോളും. സ്റ്റെപ്പില്ലെങ്കിൽ പാമ്പിനും ചിലപ്പോൾ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പാമ്പ് വരരുതെന്ന് പറഞ്ഞ് പാമ്പുകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് കാര്യമില്ല. പാമ്പിന് മലയാളം അറിയില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ ഫിഷിനെ കൾച്ചർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ വേസ്റ്റ് പോകണം. ഓക്കെ, ഇപ്പം നമ്മൾ ബാത്റൂമില്ലാത്തൊരു വീടിനെ പറ്റി ആലോചിക്കാൻ പറ്റുമോ നമുക്ക്? എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അഴുക്ക് പോകണമെങ്കിൽ നമ്മൾ നടുക്കോട്ട് സ്ലോപ്പ് ചെയ്ത് അതിന് പോകാനുള്ള വഴി ഒരുക്കുന്നതാണ് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ കണക്ടർ നമ്മളുടെ കയ്യിലുണ്ട്. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്കൊന്നും വരില്ല. ഇപ്പം നമ്മൾ കാലങ്ങളായിട്ട് അത് ഫിറ്റ് ചെയ്യുന്നതാണ്, ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാൽവ് തുറന്നാൽ വെള്ളം ഈസിയായിട്ട് ക്ലീൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ 2 ഇട്ടിട്ടുണ്ട്, 4 ഇഞ്ചിൻ്റെ 2 ഇട്ടിട്ടുണ്ട്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, വലിയ കുളമാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് വെള്ളം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു വലിയ എസ്റ്റേറ്റാണ്. വലിയ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബർ, കാപ്പി, പിന്നെ തേയിലൊക്കെയാണ്. ഇവിടെ തെങ്ങാണ് കൃഷി. അതായത് നമ്മുടെ നാട്ടിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇതുപോലത്തെ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു തോട്ടം. ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് ഇത്. എനിക്ക് തോന്നുന്നു സാറിന് ഓൾ ഇന്ത്യ നല്ല തെങ്ങ് കർഷകനുള്ള അവാർഡ് 3-4 വർഷം സാറിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ തെങ്ങുകൾക്ക് നനയ്ക്കാനും കൂടിയുള്ള സംവിധാനത്തിനും കൂടി വേണ്ടിയിട്ടാണ് സാറ് ഇത് ചെയ്തേക്കണത്. അപ്പം 4 ഇഞ്ചിൻ്റെ 2 പൈപ്പ് ഇട്ടേക്കണത് ഏരിയ കൂടുതലുള്ളതുകൊണ്ട് ഡിസ്ചാർജ് എളുപ്പമാവും. മീൻസ് പല പൈപ്പ് ലൈനിലേക്ക് കണക്ട് ചെയ്യാനും കൂടെ ഉള്ള എളുപ്പത്തിനാണ് ഇപ്പോൾ ഇവിടെ 2 എണ്ണം ഇട്ടേക്കണേ. നമുക്ക് നമ്മുടെ കുളത്തിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളിവിടെ 4 ഓവർഫ്ലോ വെച്ചിട്ടുണ്ട് മുകൾ ഭാഗത്ത്. ഓക്കെ, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 2 കാര്യമുള്ളത്. ഒന്ന്, മഴ പെയ്താലോ മോട്ടർ അടിച്ചിട്ട് മറന്നു പോയാലോ കുളം മെത്തി വെള്ളം പുറത്ത് പോവില്ല, സൈഡിൽ കൂടെ പോകും. സെയിം ടൈം നമ്മൾ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ഇട്ടിട്ടുണ്ട്. അത് പോകുന്ന ലൈനിൽ നമ്മളൊരു ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകാനായിട്ട് വെച്ചേക്കുന്നതിന് വേറൊരു പർപ്പസും കൂടിയിട്ടുണ്ട്. ഈ വരാൽ വളർത്തുമ്പോഴേ, അതിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല, ഒരു പച്ച കളറിൽ, അതായത് റവ ഉണ്ടല്ലോ, നമ്മുടെ റവയുടെ വലിപ്പത്തിൽ പച്ച കളറിലൊരു പായൽ ഫോം ചെയ്യും. ഈ പായൽ ശരിക്കും പറഞ്ഞാൽ മെത്ത വിരിച്ച പോലെയാവും കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, ഇത് വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കൂടി വന്ന ഒരു 2-3 mm കനത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പുറത്ത് കളയാനായിട്ട് നമുക്ക് കോരിക്കളയിലൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് വലിയ കുളങ്ങളിൽ വ്യാവസായികമായിട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇതിന് ഈ ഓവർഫ്ലോ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 4 വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടും. വെള്ളത്തിൻ്റെ അളവ് കൂട്ടുമ്പോൾ ഈ ഓവർഫ്ലോ വഴി കുറേശ്ശെ വെള്ളമാണ് പുറത്ത് പോവുള്ളൂ. അപ്പോൾ ആ വെള്ളം പുറത്ത് പോകുമ്പോൾ ഈ മുകളിൽ കിടക്കുന്ന പായലെല്ലാം ഫ്ലോ ചെയ്ത് പുറത്തോട്ട് പോകും വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടുമ്പോൾ. അപ്പം നമുക്ക് മാനുവലായിട്ട് ചെയ്യാതെ വെള്ളം ഇതിനകത്തേക്ക് തുറന്നു വിട്ടുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ പായൽ റിമൂവ് ചെയ്യാനുള്ളൊരു സൂത്രപ്പണിയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കണേ. ഇത് ലീക്കില്ലാതെ പിടിപ്പിക്കാനുള്ള കണക്ടറൊക്കെ ഉണ്ട്. അത് നമ്മുടെ കയ്യിലുണ്ട്, വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ തന്നേക്കാം. നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം ഇതിനൊരു വലിയ പർപ്പസ് ഉണ്ട്, ഇങ്ങനെ സൈഡിൽ മുകളിൽ നിന്ന് ഓവർഫ്ലോ വെച്ച് കളയുന്നതിന്. അപ്പോൾ ഇങ്ങനെ പായലിൻ്റെ ശല്യമൊക്കെ ഉള്ള കുളങ്ങളിൽ ഈ ഒരു ഓവർഫ്ലോ ഫിറ്റ് ചെയ്താൽ ഈ പ്രശ്നത്തിന് സോൾവ് ആണ്. എന്നിട്ട് നമ്മൾ പൈപ്പ് ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോൾ ഈ ഓവർഫ്ലോയിലേക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ നീളത്തിൽ സൈഡ് വഴിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് പുറത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ഒരു അധ്വാനമില്ല. ഈ സംഗതി വന്ന് ഇതിന് ഒരു വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ പായൽ മച്ചുറായി കഴിഞ്ഞാൽ ഇത് താഴെ പോകും. അതായത് പ്രായമായി കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചീഞ്ഞ് താഴോട്ട് പോകും. ചീഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാതകം ഇതിനകത്ത് ഈ ചീഞ്ഞ പായലിൽ നിന്ന് ഉണ്ടാവുകയും ഈ വാതകത്തിൻ്റെ ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ മീൻ ചത്തു തുടങ്ങുകയും ചെയ്യും.
അതായത് ചെറുതൊന്നും ചാവൂല, ഏറ്റവും കൂട്ടത്തിൽ ഏറ്റവും മുഴുത്തതിന് മാത്രമേ ഈ അടി കിട്ടുള്ളൂ. അതിങ്ങനെ ചാവുമെന്നാണ് പല കൃഷിക്കാരും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓവർഫ്ലോ വെച്ച് കൊടുക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് 500 മൈക്രോൺ 5 വർഷം വാറണ്ടി, UV വാറണ്ടി ഉള്ള ഷീറ്റാണ് കേട്ടോ. വാക്കാൽ പറയുന്നതല്ല, ഷീറ്റയിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. 5 വർഷത്തേക്ക് വെയിലടിച്ചാൽ പൊട്ടോ പൊടിയോ കൊമളയ്ക്കോ ദ്രവിച്ചു പോകുന്നില്ല എന്നുള്ള വാറണ്ടിയാണ്. ഇതിന് 10 വർഷത്തിന് മീതെ ലൈഫും കിട്ടുന്നൊരു ഷീറ്റാണ് 5 വർഷം വാറണ്ടിയിൽ. ചിലർ ചോദിക്കും 5 വർഷം എന്ന് പറഞ്ഞാൽ 5 വർഷം കിട്ടുമല്ലോ എന്ന് ചോദിക്കണ്ട. 5 വർഷം വാറണ്ടി. ഒരു 10 വർഷം കഴിഞ്ഞ ഷീറ്റുകളൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്. ഇതിന് നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ചെറിയ പൈസ മേടിക്കും. ഇനിയല്ല നിങ്ങൾക്ക് തന്നെ ചെയ്യുകയും ചെയ്യാം. നമ്മളിത് ഇപ്പോൾ ഈ ഷീറ്റ് നിവർത്തുന്നത് കണ്ടില്ലേ, ഇത് വലിച്ചെടുക്കുന്നത് കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ ഇത് നിവർത്തുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ ഇത് വലിക്കുമ്പോൾ നമുക്ക് ഈ നിലത്ത് പതിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വലിച്ച് നീക്കൽ ഭയങ്കര ടഫാണ്. അപ്പം അതിനൊരു സൂത്രപ്പണി, ഒരു ചെറിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എയർ കയറ്റുക. ഓക്കെ, എയർ കയറ്റിയിട്ട് ആ എയറോട് കൂടി ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പോരുകയും ചെയ്യും. അത് പലപ്പോഴും ഇത് വലിച്ചാൽ കിട്ടില്ലടാ ഇത്. അതായത് ഒരിക്കൽ നമ്മുടെ ഇന്ന് ഷീറ്റ് അയച്ചു കൊടുത്തിട്ട് ഒരു പാർട്ടി ഇടാൻ നോക്കിയിട്ട് പറ്റാതെ ലാസ്റ്റ് പറഞ്ഞു, ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്ന് ഇട്ട് കൊടുത്തു. അപ്പം അവർക്ക് നേരിട്ടൊരു പ്രായോഗിക ബുദ്ധിമുട്ട് ഇതായിരുന്നു. ഇത് വൺസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മണ്ണിനോട് ഒട്ടിച്ചേർന്ന പോലെയാണല്ലോ, പിന്നെ ഇത് വലിച്ചാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം അതൊരു ചെറിയ ടിപ്പാണ്, ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ഇതിപ്പം നമ്മൾ വന്ന് ഷീറ്റ് ഇടുന്നത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളെ വിളിച്ച് പറഞ്ഞാൽ അതിനകത്ത് 1 സെൻറ്റിമീറ്റർ പോലും കുറയാതെ കൃത്യം അളവ് ഷീറ്റ് നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും നമ്മൾ പാർസലായിട്ട്. അപ്പം ഇന്ത്യയിൽ ഇനി വാട്ടർ സ്റ്റോറേജ് ഉണ്ടാക്കണം, ഫിഷ് ടാങ്ക് ഉണ്ടാക്കണം, അതിന് ഷീറ്റ് ഇടാൻ ആളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാന്ന് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ വിളിച്ചോ. ഓക്കെ പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.